നമസ്കാരം. ആധുനിക വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായൊരു വഴിത്തിരിവിലൂടെയാണ് ഇന്ത്യൻ പ്രതിരോധ രംഗം ഇപ്പോൾ കടന്നുപോകുന്നത്. ആകാശത്ത് അദൃശ്യരായിരുന്ന ശത്രുക്കളെ കീഴ്പ്പെടുത്താൻ ശേഷിയുള്ള 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുടെ ആഗോള മത്സരത്തിൽ ചൈന അടക്കമുള്ള രാജ്യങ്ങൾ മുന്നേറ്റങ്ങൾ നടത്തുമ്പോൾ ഇന്ത്യ തങ്ങളുടെ തദ്ദേശീയ പദ്ധതിയായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ AMCയെ യാഥാർത്ഥ്യമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. എന്നാൽ AMC വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാകാൻ ഇനിയും വർഷങ്ങൾ കഴിയേണ്ടതുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ കുറവ് പരിഹരിക്കുന്നതിനായി റഷ്യ ഒരു പുതിയ ഓഫറുമായി രംഗത്ത് വന്നിരിക്കുന്നത്. 8 സുഖോയ് 57E 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളും ഒപ്പം 200 കിലോമീറ്റർ ദൂരപരിധിയുള്ള അത്യാധുനിക R-77M മിസൈലുകളും അടങ്ങിയ ഒരു അതിവേഗ പാക്കേജാണ് റഷ്യ ഇന്ത്യക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ ആവശ്യങ്ങളെയും ഭാവിയിലെ തദ്ദേശീയ സ്വപ്നങ്ങളെയും ഒരുപോലെ സ്വാധീനിക്കാൻ പോകുന്ന ഈ സുപ്രധാന വിഷയത്തിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. ചൈന തങ്ങളുടെ J-20 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ ഇതിനകം തന്നെ സേനയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഭാവിയിൽ പാകിസ്ഥാൻ J-35 വിമാനങ്ങൾ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് എന്നതുമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി. എന്നാൽ ഇന്ത്യയുടെ യുദ്ധവിമാന സ്ക്വാഡ്രനുകളുടെ എണ്ണം ആവശ്യാനുസരണം ഇല്ലാതെ കുറഞ്ഞു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സുഖോയ് 30 MKI, റഫാൽ, മിറാജ് തുടങ്ങിയ മികച്ച വിമാനങ്ങൾ കൈവശമുണ്ട് എങ്കിലും അവയിൽ പലതും കാലഹരണപ്പെട്ടു വരുന്നു. തദ്ദേശീയമായി തേജസ് വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട് എങ്കിലും എഞ്ചിൻ ലഭ്യതയിലെ കാലതാമസം ഉൽപ്പാദനത്തെ ബാധിക്കുന്നുമുണ്ട്. ഈ ഒരു വിടവ് നികത്താനാണ് 2035 മാത്രം പൂർത്തിയാകുന്ന AMCA പദ്ധതിക്ക് ഒരു താൽക്കാലിക പരിഹാരമായി റഷ്യ 8 സുഖോയ് Su-57E വിമാനങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഈ ചെറിയ പാക്കേജ് വഴി ഇന്ത്യക്ക് 5ാം തലമുറ വിമാനങ്ങളുടെ പ്രവർത്തന രീതികളും സ്റ്റെൽത്ത് ഡോക്ട്രിനും സെൻസർ സംയോജനവും വളരെ വേഗം മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് റഷ്യയുടെ വാദം. ഇതിനു പുറമെ നാസിക്കിലെ HAL ഫാക്ടറികളിൽ ഈ വിമാനങ്ങൾ സംയുക്തമായി നിർമ്മിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും റഷ്യൻ സാങ്കേതിക സംഘങ്ങൾ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഈ നിർദ്ദേശത്തോടൊപ്പം റഷ്യ വാഗ്ദാനം ചെയ്യുന്ന R-77M മിസൈൽ വ്യോമയുദ്ധ രംഗത്ത് ഇന്ത്യക്ക് വലിയൊരു മുൻതൂക്കം നൽകുന്ന ആയുധമായിരിക്കും. ഇസ്ദിലിയെ 180 എന്നറിയപ്പെടുന്ന ഈ മിസൈലിൽ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻ ചെയ്ത അറേ സീക്കറും ഡ്യുവൽ പൾസ് റോക്കറ്റ് മോട്ടോറും അടങ്ങിയിരിക്കുന്നു. ഇത് ശത്രുവിൻ്റെ ദൂരദർശിനിയായ കരുത്തും ശത്രുവിൻ്റെ കണ്ണ് വെട്ടിച്ചുള്ള സഞ്ചാരവും ഉറപ്പാക്കുന്നു. പരമാവധി 200 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈലുകളും സ്റ്റെൽത്ത് വിമാനങ്ങളും ചേരുമ്പോൾ ശത്രുക്കളുടെ റഡാറുകളിൽ പെടാതെ ദൂരത്ത് വെച്ച് തന്നെ ആക്രമണം നടത്താൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിഷ്പ്രയാസം സാധിക്കും. ഇത് ചൈനയുടെ പ്ലേസ്മെൻറ്റ് മിസൈലുകളുള്ള J-20 വിമാനങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇന്ത്യയെ സഹായിക്കും. ഫ്രാൻസുമായുള്ള ബന്ധവും അമേരിക്കൻ നിർദ്ദേശങ്ങളും നിലനിൽക്കെ റഷ്യയുടെ ഈ ഓഫർ ഇന്ത്യക്ക് മുന്നിൽ സങ്കീർണമായ ചില രാഷ്ട്രീയ സാമ്പത്തിക തീരുമാനങ്ങൾ ബാക്കി വയ്ക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ കരാറിന് പിന്നിൽ ചില ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. 8 വിമാനങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ പാക്കേജ് സ്വീകരിക്കുന്നത് വഴി മറ്റൊരു പുതിയ പ്രതിരോധ ആവാസ വ്യവസ്ഥ കൂടി രാജ്യത്തിനകത്ത് സൃഷ്ടിക്കപ്പെടും. ഇത് ഇതിനകം നിലവിലുള്ള പരിശീലനം, അറ്റകുറ്റപ്പണികൾ, ആയുധശേഖരം എന്നിവയിൽ പുതിയ ചില തടസ്സങ്ങൾ ഉണ്ടാക്കാം. കൂടാതെ ഇത് തദ്ദേശീയമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന AMCA പദ്ധതിയുമായി മത്സരിക്കാൻ ഇടയാക്കുകയും തദ്ദേശീയ വികസനത്തിലുള്ള ഫണ്ടുകളും ശ്രദ്ധയും തിരിച്ചുവിടാൻ കാരണമാവുകയും ചെയ്തേക്കാമെന്ന ഭയവുമുണ്ട്. എങ്കിലും ഭാവിയിൽ വലിയ തോതിലുള്ള കൈമാറ്റങ്ങൾക്കും സാങ്കേതികവിദ്യ പങ്കുവെക്കലിനും റഷ്യ സന്നദ്ധമാണെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശത്രു രാജ്യങ്ങളുടെ കടന്നുകയറ്റത്തെ തടയാനും റഷ്യയുടെ Su-57E പാക്കേജ് ഒരു താക്കോലായി പ്രവർത്തിക്കും. എങ്കിലും ഇന്ത്യയുടെ ദീർഘകാല ലക്ഷ്യമായ തദ്ദേശീയ പരമാധികാരത്തിന് ഇത് ഏതൊക്കെ രീതിയിൽ ഗുണം ചെയ്യും എന്നത് ഗൗരവമായി വിലയിരുത്തേണ്ടതാണ്. Su-57 വിമാനത്തിൻ്റെ പ്രാഥമിക ഉപയോക്താക്കൾ റഷ്യൻ എയറോസ്പേസ് ഫോഴ്സസ് തന്നെയാണ്, അതായത് റഷ്യൻ വ്യോമസേന. വർഷങ്ങളായുള്ള പരീക്ഷണങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും ശേഷം 2020 ഈ വിമാനങ്ങൾ റഷ്യൻ സേനയുടെ ഔദ്യോഗിക ഭാഗമാകുന്നത്. തുടർന്ന് റഷ്യൻ സേന തങ്ങളുടെ വ്യോമശക്തി വർദ്ധിപ്പിക്കുന്നതിനായി ഈ വിമാനങ്ങളുടെ ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിപ്പിക്കുകയും
യുക്രൈൻ സംഘർഷ മേഖലയിൽ ഉൾപ്പെടെ ഇവയെ പരിമിതമായ തോതിൽ പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയ്ക്ക് പുറമെ ആഫ്രിക്കൻ രാജ്യമായ അൾജീരിയ ഈ വിമാനം ഔദ്യോഗികമായി സ്വന്തമാക്കിയ മറ്റൊരു പ്രധാന രാജ്യമാണ്. അൾജീരിയൻ വ്യോമസേന Su-57 വിമാനങ്ങളുടെ സജീവ ഉപയോക്താക്കളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതിരോധ റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നു. റഷ്യയുടെ ആയുധ കയറ്റുമതി സ്ഥാപനമായ റോസോബോറോൺ എക്സ്പോർട്ട് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് Su-57 വിമാനത്തിൻ്റെ കയറ്റുമതി പതിപ്പായ Su-57E സ്വന്തമാക്കാൻ മറ്റു ചില രാജ്യങ്ങളും കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. എന്നാൽ നയപരമായ കാരണങ്ങളാൽ ആ രാജ്യങ്ങളുടെ പേരുകൾ പൂർണ്ണമായും വെളിപ്പെടുത്തിയിട്ടില്ല. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും Su-57 വിമാനങ്ങൾക്കായി പുതിയ കരാറുകൾ ഒപ്പുവെക്കപ്പെട്ടിട്ടുണ്ടെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഉത്തര കൊറിയൻ നേതൃത്വം റഷ്യയിലെത്തി ഈ വിമാനത്തിൻ്റെ കോക്പിറ്റിലും നിർമ്മാണ യൂണിറ്റുകളും നേരിട്ട് പരിശോധിച്ചതും വലിയ വാർത്തയായിരുന്നു. ഭാവിയിൽ ഉത്തര കൊറിയയും ഈ വിമാനങ്ങൾ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണിത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുമായി മുൻകാലങ്ങളിൽ സംയുക്തമായി 5ാം തലമുറ വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതികളിൽ ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും പിന്നീട് ഇന്ത്യ പിന്മാറുകയാണ് ഉണ്ടായിരുന്നത്. എങ്കിലും നിലവിൽ ഇന്ത്യക്ക് നേരിട്ട് വിമാനങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടും തദ്ദേശീയമായി ഇവ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടും റഷ്യ പുതിയ ഓഫറുകളാണ് മുന്നോട്ട് വയ്ക്കുക. വിയറ്റ്നാം ഉൾപ്പെടെയുള്ള മറ്റു ചില രാജ്യങ്ങളും ഈ വിമാനങ്ങളിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ചുരുക്കത്തിൽ റഷ്യൻ സേനയ്ക്കും അൾജീരിയയ്ക്കും പുറമെ പുതിയ കരാറുകളിലൂടെ ലോകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലേക്കും Su-57 വിമാനങ്ങളുടെ സാന്നിധ്യം വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങൾ ഇന്ത്യയിലെത്തിയാൽ അത് രാജ്യത്തിൻ്റെ അതിർത്തി സുരക്ഷയിലും വ്യോമശക്തിയിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും. ഇന്ത്യയുടെ അതിർത്തികളിൽ പാകിസ്ഥാനും ചൈനയും ഉയർത്തുന്ന സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിൽ ഈ വിമാനങ്ങൾ ഒരു പ്രധാന വഴിത്തിരിവായി മാറും. പ്രത്യേകിച്ച് ചൈന ഇതിനകം തന്നെ J-20 പോലെയുള്ള സ്റ്റെൽത്ത് വിമാനങ്ങൾ സേനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യക്ക് ആകാശത്ത് തുല്യമായ ഒരു പ്രതിരോധ ശേഷി കൈവരിക്കാൻ Su-57 ഈ വിമാനങ്ങളുടെ സാന്നിധ്യം സഹായിക്കും. ശത്രുക്കളുടെ റഡാറുകളിൽ പെടാതെ മിഷനുകൾ പൂർത്തിയാക്കാനുള്ള അദൃശ്യ ശേഷി ഈ വിമാനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതിർത്തി കടന്നുള്ള ശത്രുവിൻ്റെ വ്യോമപ്രതിരോധ വലയങ്ങളെയും റഡാറുകളെയും കൃത്യമായി കബളിപ്പിച്ച് രഹസ്യവിവരങ്ങൾ ശേഖരിക്കാനും നിർണായക ആക്രമണങ്ങൾ നടത്താനും ഇതിലൂടെ സാധിക്കും. അതായത് ശത്രുവിൻ്റെ റഡാറുകൾക്ക് മുന്നിൽ ദൃശ്യമാകുന്നതിന് മുൻപ് ദൂരത്ത് നിന്ന് തിരിച്ചടിക്കാനുള്ള അവസരം ഇത് ഇന്ത്യൻ പൈലറ്റുമാർക്ക് നൽകും. പാകിസ്ഥാൻ ഭാവിയിൽ J-35 പോലെയുള്ള സ്റ്റെൽത്ത് വിമാനങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ ഒരു പ്രതിരോധം തീർക്കാൻ Su-57 ഈ വിമാനങ്ങൾക്ക് സാധിക്കും. കൂടാതെ തദ്ദേശീയമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന AMCA വിമാനങ്ങൾ പൂർണ്ണ സജ്ജമാകുന്നത് വരെയുള്ള കാലയളവിൽ അതിർത്തിയിലെ പ്രതിരോധ വിടവ് നികത്താൻ ഈ വിമാനങ്ങൾ ഒരു താൽക്കാലിക കവചമായി വർത്തിക്കും. 5 വർഷത്തെയോ 10 വർഷത്തെയോ കാലതാമസം മൂലം അതിർത്തിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വ്യോമശക്തിയുടെ കുറവ് പരിഹരിക്കാൻ ഇത് സഹായിക്കും. ഇന്ത്യൻ പൈലറ്റുമാർക്കും സാങ്കേതിക വിദഗ്ധർക്കും 5ാം തലമുറ വിമാനങ്ങളുടെ പ്രവർത്തന രീതികൾ, സെൻസർ സംയോജനം, ഇലക്ട്രോണിക് വാർഫെയർ എന്നീ അത്യാധുനിക മേഖലകളിൽ നേരിട്ട് പരിശീലനം നേടാനും ഇത് അവസരമൊരുക്കും. ഭാവിയിലെ ആകാശ പോരാട്ടങ്ങളെ നേരിടാൻ വ്യോമസേനയെ പൂർണ്ണ സജ്ജമാക്കാൻ ഈ അനുഭവ സമ്പത്ത് വളരെ വിലപ്പെട്ടതായിരിക്കും. എന്നിരുന്നാലും ഈ നേട്ടങ്ങൾക്കൊപ്പം ചില സുപ്രധാനമായ വെല്ലുവിളികളും ഇതിലൂടെ രൂപപ്പെടുന്നുണ്ട്. നിലവിലുള്ള റഷ്യൻ, ഫ്രഞ്ച് തദ്ദേശീയ വിമാനങ്ങളുടെ നിരയിലേക്ക് മറ്റൊരു പുതിയ ആവാസ വ്യവസ്ഥ കൂടി കടന്നു വരുമ്പോൾ അത് അറ്റകുറ്റപ്പണികൾക്കും ലോജിസ്റ്റിക്സിനും വലിയ ചിലവ് വരുത്തിവെക്കും. കൂടാതെ ഇന്ത്യയുടെ സ്വന്തം തദ്ദേശീയ വിമാനമായ AMCA നിർമ്മാണത്തിലേക്ക് പോകേണ്ട ഫണ്ടുകളും ശ്രദ്ധയും ഈ വിമാനങ്ങളുടെ ഇറക്കുമതി വഴിതിരിച്ചു വിടാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ Su-57 ഈ വിമാനങ്ങൾ ഇന്ത്യയിലെത്തിയാൽ അത് ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ ശത്രു രാജ്യങ്ങൾക്കെതിരെ തന്ത്രപരമായ ഒരു മുൻതൂക്കം നൽകും. എങ്കിലും രാജ്യത്തിൻ്റെ ദീർഘകാല തദ്ദേശീയ സുരക്ഷാ പരമാധികാരത്തിന് ഇത് ഏതൊക്കെ രീതിയിൽ ഗുണം ചെയ്യുമെന്നത് ഗൗരവമായി വിലയിരുത്തേണ്ട ഒന്ന് തന്നെയാണ്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.